പിന്നെ ഞാൻ പേടിച്ചു പോയി 4 ദിവസം വൈകിയപ്പോ. ഇന്നതായി, ആശ്വാസായി. കൊള്ളൻ പണി പറ്റിച്ചു എന്നാ കരുതിയ. അതിന് നമുക്ക് മറ്റേതുണ്ടായിരുന്നല്ല. അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അതിലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം. അതെ, പുറത്തു പോയി വരുമ്പോ എനിക്കൊരു പാക്കറ്റ് പാഡും അടിച്ചോണ്ടായിരുന്നു. പാഡാ? അതെ, പാഡ്. ഞാനാ? ഇതെല്ലാം ഭർത്താക്കന്മാര് പണിയാ. വേഗം എണിച്ച് കുളിച്ച് റെഡിയായി പോവാൻ നോക്ക്. എന്റെ സജീവനത് എന്ത് ചെയ്യാ? ഓനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എൽസിമോൾ ഇന്ന് ലേറ്റ് ആവും. സജീവനത് ഇപ്പൊ എത്തും ടീച്ചർ. കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓൻ ഇനിയും കുളിച്ചില്ലേ? രാധിക, എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ടീച്ചർ ഒരിക്കൽ കൂടെ ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കൂല. മറ്റു കുട്ടികളുടെ അമ്മമാരും പറയുന്നുണ്ട് വേറെ ഓട്ടോ നോക്കാൻ. ഇനി ഒരിക്കലും സജീവൻ ലേറ്റ് ആവില്ല ടീച്ചർ. ഞാൻ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നിന്നാ മതിയാ? സ്കൂളിൽ പോണ്ടേ? ശരിയാ. വാ വാ വാ. ഇറങ്ങ്. നോക്കിട്ട് ബൈ. വാ, എല്ലാരും വാ. ഓക്കെ, ബൈ ബൈ. സജീവാ, സജീവാ, ഇങ്ങോട്ട് വാ. എനക്കെന്നോട് 2 വർത്താനം പറയാനുണ്ട്. എവിടെയാണല്ലോ നീ? ഏയ്, നിങ്ങൾ ആരാ? എന്താ വേണ്ട? ഞാനാരാന്നാ? നീ ഇടന്നപ്പോ കിഞ്ഞ് വന്നിന്. എന്നെ അറിയാത്ത ഒരാൾ ഈ മാഹിയിലില്ല. ഞാനറിയാണ്ട് ഇവിടെ ഒരു മംഗലവും നടക്കൂല. പൊന്ന് മേടിക്കണമെങ്കിലും വീട് പണിയണമെങ്കിലും ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിലും എൻ്റെ പൈസ തന്നെ വേണം. നിങ്ങൾ ആരാന്ന് പറ മൂപ്പരെ. കിട്ടേ, ബ്ലേഡ് കിട്ടേ. ഇനി പിന്നെ വന്നോ? അമ്മ, ഈ ബോറിന് ആരാ? ഇയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. അങ്ങനെ അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ വന്നല്ല മോളെ ഞാൻ. വായിലൊരു മോൻ നാക്കുള്ള ഈ പെണ്ണേതാണ്? അവള് സജീവന്റെ പെണ്ണ, ഷൊക്കിളിയിലെ കുമാര വൈശ്യരുടെ മോളാ. ഏത് വൈശ്യര മോളായാലും ശരി, ഇവളെ ഇപ്പോഴേ നിലക്ക് നിർത്താൻ പറഞ്ഞോങ്ങള്. ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മേന്റെ മോന്റെ തലയിൽ കയറി നിരങ്ങുവള്. വിളഞ്ഞ വിത്താ. അമ്മ, ഇയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഡാ സജീവാ, നീ ഏടാടാ? ഇറങ്ങി വന്നാ? ഓനിടയില്ല. ഒരാഴ്ചയായി ഞാൻ ഓനെയും തപ്പി നടക്കുന്നു. ഓൻ എന്നെ കാണാണ്ട് ഒളിച്ച് നടക്കുക. ഒളിച്ചു നടക്കാൻ ഓനെന്താ കള്ളനാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓൻ കള്ളനാ. എൻ്റെ അടുത്ത് 25,000 റുപ്യ വാങ്ങിയിട്ട് 3 മാസമായി. ഇപ്പൊ മുതലുമില്ല, പലിശ ഇല്ല. പലിശയെങ്കിലും തരണ്ടേ? അതുമില്ല. കേട്ടിനാ? ഒരു തരാനുള്ള പൈസ ഞാൻ തരാം. നിങ്ങളിപ്പോ പോ. ഒരാഴ്ച കൊണ്ട് എൻ്റെ മുതലും പലിശയും കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറ്റം കേട്ടാ. ആ,
അനുസരിക്കേണ്ട ബാധ്യത എനിക്കില്ല. മോളെവിടെ? ഇനി എന്താ ഈടാക്കുന്നത്? എന്തു പറ്റി? ഇനി എന്താ കരയുന്നത്? ചിരിക്കണോ ഞാൻ പിന്നെ? ഇന്നത്തിരക്ക് ഇവിടെ ആരെങ്കിലും വന്നിനോ? നിങ്ങൾ ബ്ലേഡ് കിട്ടുന്ന അടുത്തുനിന്ന് പൈസ വാങ്ങിയ എന്തിനാ? എന്തിനാന്ന്? മംഗലം കഴിക്കാൻ. പൈസ ഉണ്ടാക്കിയിട്ട് മംഗലം കഴിക്കാൻ പറ്റൂലേനോ? സ്ത്രീധനം വാങ്ങാത്തവരൊക്കെ കടം വാങ്ങിച്ചിട്ട് തന്നെ മംഗലം കഴിക്കല്. അല്ലെ തന്നെ ഈ സമയത്ത് ആരുടെ കയ്യിലെ കാശുള്ളത്? വേറെ ആരെല്ലാം അടുത്ത് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്? വേറെ ആരെല്ലാം അടുത്ത് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? ബാങ്കിൽ നിന്ന് ആധാരം പണയം വെച്ചിട്ടാ. പിന്നെ അമ്മാവൻ്റെ. ഏതമ്മാവൻ? വാസമ്മ, ഫ്രഞ്ച്. ഏട്ടൻ്റെ കയ്യിൽ ഞങ്ങൾ കടം മേടിക്കാറുണ്ട്. പക്ഷെ ഓറ് പലിശ വാങ്ങില്ല. എങ്ങനെ വാങ്ങാനാ? ഓറ എൻ്റെ ആങ്ങളയല്ലേ. പിന്നെ ഓറ കൈ പൂത്ത പണ. ഫ്രഞ്ച് ക്യാഷ്. ഇത് പൊന്നോ മുക്കോ? പൊന്ന 10 മാറ്റുള്ള പൊന്ന. 5 പവന അല്ലേടാ? ഇത് വിറ്റോ പണയം വെച്ചോ നിങ്ങൾ കടം വീട്ടണം. ഇത് മുക്കുണ്ട. മോളെ, ഓൻ മോന്തിക്ക് ഓട്ടോ ഓടി കടം വീട്ടിക്കോളും അല്ലേടാ? ഓള് സമാധാനമായിട്ടിരിക്കെ. മണപ്പര മുത്തപ്പൻ ഒരു വഴി കാണിച്ചു തരും. തുടരുത് നിങ്ങൾ തന്നെ. കടം മുഴുവൻ വീട്ടിട്ട് 5 പവന്റെ താലിമാല എന്റെ കഴുത്ത് കെട്ടിട്ട് തൊട്ടാ മതി. നീ നാളെ ഞാൻ എന്റെ വീട്ടിൽ പോവും.